അതിഥി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഇത്തിരി മുറുക്കുണ്ടാക്കാം. മുറുക്ക് വട്ടമുറുക്കായിട്ടല്ല, അല്ലാതെ ഇങ്ങനെ കാണിച്ചു തരാം എങ്ങനെയാണെന്നത്. അപ്പോൾ അതിൽ കുറച്ച് ആവശ്യത്തിന് അരിപ്പൊടി എടുക്കുക. ആദ്യം തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം, ഉപ്പിട്ട് തിളപ്പിക്കാൻ വെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ആവശ്യത്തിന് നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം മുറുക്കുണ്ടാക്കണം അത്രത്തോളം അരിപ്പൊടി എടുക്കുക. അതിൽ ലേശം മഞ്ഞൾപ്പൊടിയും എള്ളും ജീരകം കുറച്ച് കയ്യിലെടുത്ത് നല്ലവണ്ണം കയ്യിൽ ഞരടിയിട്ടിടണം, എന്നാലേ ആ ടേസ്റ്റ് ആ ഒരു സ്വാദ് കിട്ടത്തുള്ളൂ. ഇട്ടിട്ട് ഈ വെള്ളം ചേർത്ത് നല്ലവണ്ണം പാകത്തിന് കുഴച്ചെടുക്കുക. പിന്നെ കുഴച്ച് വരുമ്പോഴെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിൽ ഒഴിച്ചു കൊടുക്കുക നമുക്ക്. ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ ആദ്യമേ ആ വെള്ളം തിളപ്പിക്കുന്ന കൂട്ടത്തിൽ നെയ്യിട്ട് തിളപ്പിക്കാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ കുഴച്ച കൂട്ടത്തിൽ വെളിച്ചെണ്ണ ചേർത്ത് കുഴച്ചെടുത്തത് ഞാൻ സേവനാഴി എടുത്തിട്ട് ഈ വാഴയില വെച്ചിട്ട് ഈ രീതിക്ക് കാരണം കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പെറുക്കിയെടുത്ത് കഴിക്കാനുള്ള പാകത്തിന് അങ്ങനെ ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ തിളയ്ക്കുന്നുണ്ട്. എണ്ണ നല്ലവണ്ണം തിളച്ച് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഒരെണ്ണം ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് മതിയുന്നുണ്ട്. ഉണ്ടോ, നമുക്ക് വേഗം കുട്ടികൾക്കൊക്കെ വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണിത്. അങ്ങനെ ഇടുന്നത്. തീയൊക്കെ ഒരു മീഡിയം സൈസിൽ തീ വെച്ചാൽ മതി. ഒരുമിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത് ഒട്ടിപ്പോയതാണ്. നമുക്ക് ഓരോന്നായിട്ട് അങ്ങനെ ഇടുമ്പോഴത്തേക്ക് അങ്ങനെ ഒട്ടത്തില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുറുക്കാണിത്. മുളക് പൊടി ചേർക്കുന്നവർ ഉണ്ട്. പക്ഷെ ഞാനത് എൻ്റെ കയ്യിലുള്ള മുളക് പൊടിക്ക് നല്ല എരിവുള്ളതുകൊണ്ട് കുട്ടിക്ക് കഴിക്കാനും ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇടാത്തത്. ഷോർട്സ് വീഡിയോ ഒക്കെയാണ് ചാനലിൽ ഇടുന്നത്. വീഡിയോ കാണുന്നവർ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്താൽ ഉപകാരമായിരുന്നു. എന്നാലേ നമുക്ക് വീണ്ടും വീഡിയോകൾ ഇടാനുള്ളൊരു പ്രചോദനം നമുക്ക് കിട്ടത്തുള്ളൂ. ഞാനിപ്പം വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു ഇച്ചിരി ഉണ്ടാക്കിയുള്ളൂ. ചെറുതായിട്ട് ഇങ്ങനെ ഇടുമ്പോൾ കുട്ടികൾക്കത് പെറുക്കി തിന്നാൻ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ മാവ് ഇത്രയും കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനടുത്ത് ഉണ്ടാക്കാമല്ലോ. ഞാനിപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ മുറുക്കുണ്ട്. നല്ല ടേസ്റ്റാണത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുറുക്കാണ്.